നമസ്തേ. വൃന്ദാവൻ ബാലഗോകുലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മകരം 1, തൈപ്പൊങ്കൽ, കാലത്തിൻ്റെ സൂര്യനമസ്കാരം. ഉത്തരായന കാലമായി സൂര്യൻ ധനുരാശിയിൽ നിന്ന് മകരരാശിയിലേക്ക് പ്രവേശിക്കുന്ന മകരസംക്രാന്തിയിൽ തന്നെയാണ് തമിഴ്നാടിൻ്റെ സാംസ്കാരികോത്സവമായ പൊങ്കലും. തമിഴ് മാസമായ മാർഗഴിയുടെ അവസാന ദിവസം തുടങ്ങി തൈമാസം 3-ാം തീയതിയോടെ അവസാനിക്കുന്ന പൊങ്കൽ ഉത്സവത്തിൻ്റെ ഓരോ ദിവസത്തിനുമുണ്ട് കാർഷിക പ്രാധാന്യവും പ്രകൃതിയോടുള്ള അകമഴിഞ്ഞ ആദരവും പ്രകടമാക്കുന്ന വ്യത്യസ്ത ചടങ്ങുകൾ. ആദ്യ ദിനമായ ഭോഗി പൊങ്കലിന് മഴയുടെ ദേവനായ ഇന്ദ്രനെ ആരാധിക്കുന്നു. പഴയതും വേണ്ടാത്തതുമായ സാധനങ്ങൾ എല്ലാം കത്തിച്ച് കളഞ്ഞ് വീട് ശുദ്ധീകരിക്കുന്നു. പുതിയ ചിന്തകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്ന പ്രതീകാത്മക ചടങ്ങ് കൂടിയാണ് സൂര്യദേവനായി സമർപ്പിക്കുന്ന രണ്ടാമത്തെ ദിനമായ തൈപ്പൊങ്കൽ ആണ് ഏറ്റവും പ്രധാനം. വീടുകളിൽ വർണ്ണാഭമായ കോലം വരച്ച് വീടിന് പുറത്ത് അടുപ്പ് പൂട്ടി പൊങ്കൽ നിവേദ്യം അർപ്പിക്കുന്നു. പുതിയ മൺകലത്തിൽ അരിയും പാലും ശർക്കരയും ചേർത്ത് തയ്യാറാക്കുന്നതാണ് പൊങ്കൽ വിഭവം. അതിനടുത്തായി ഒരു പാത്രത്തിൽ മഞ്ഞൾ ചെടി കെട്ടിവെക്കും. കരിമ്പ്, പഴം, നാളികേരം, വിവിധ കിഴങ്ങുവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ എന്നിവയെല്ലാം സൂര്യദേവന് സമർപ്പിക്കുന്നു. പാൽ തിളച്ചു മറിയുമ്പോൾ കുടുംബാംഗങ്ങൾ സന്തോഷത്തോടെ സമൃദ്ധിയുടെ ആരവം എന്നോണം പൊങ്കലോ പൊങ്കൽ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയും. മൂന്നാമത്തെ ദിവസമായ മാട്ടുപ്പൊങ്കലിന് കാർഷിക വൃത്തിയിൽ തങ്ങൾക്ക് തുണയാകുന്ന കന്നുകാലികളെ കുളിപ്പിച്ച് അലങ്കരിച്ച് കൊമ്പുകളിൽ ചായം പൂശി മാലയിട്ട് പ്രകൃതി വിഭവങ്ങൾ നൽകി കാലികളുടെ ദീർഘായുസ്സിനും കാർഷിക വിളകളുടെ തുടർച്ചയായ വിളവെടുപ്പിനും നല്ല കാലാവസ്ഥയ്ക്കുമായി പ്രാർത്ഥിക്കുന്നു. ശിവഭഗവാന്റെ വാഹനമായ നന്ദി ഭൂമിയിലെത്തി കർഷകരെ നിലമുഴാൻ സഹായിക്കുന്നു എന്ന വിശ്വാസവും ഈ ആചാരത്തിലുണ്ട്. നാലാമത്തെ ദിവസമായ കാണും പൊങ്കൽ സാമൂഹ്യബോധം ഊട്ടിയുറപ്പിക്കുന്നതിനും വിശ്രമത്തിനും വേണ്ടിയുള്ള ദിവസം കൂടിയാണ്. ബന്ധുവീടുകൾ സന്ദർശിച്ച് വിരുന്നു നടത്തുന്ന ഈ ദിവസം കുടുംബക്കാർ തങ്ങളുടെ കീഴിൽ പണിയെടുക്കുന്നവർക്ക് പ്രത്യേക പരിഗണന കൊടുത്ത് പുതുവസ്ത്രവും സമ്മാനങ്ങളും നൽകും. തങ്ങളുടെ അധ്വാനത്തിൻ്റെ ഒരു പങ്ക് കർഷകർ പ്രകൃതിക്ക് കൊടുക്കുന്ന ദിനം കൂടിയാണ് തൈപ്പൊങ്കൽ. അതിലേറെ ഭൂമിയിലെ പ്രത്യക്ഷ ദേവനായ സൂര്യഭഗവാൻ ഇല്ലെങ്കിൽ പ്രകൃതിയും കൃഷിയും ജീവനും ഉണ്ടാവില്ല എന്ന യാഥാർത്ഥ്യത്തെ ഓർമ്മപ്പെടുത്തുന്നതിനും വരും തലമുറയ്ക്ക് കൈമാറുന്നതിനും വേണ്ടി ചിട്ടപ്പെടുത്തിയ ആചാരമാണ് ഇതെന്നും വിലയിരുത്താം. വിളവെടുപ്പ് ഉത്സവം തന്നെയാണ് ഏറ്റവും വലിയ ആഘോഷം എന്ന സന്ദേശവും ഇതിലുണ്ട്. പ്രകൃതി ഒരു ബാധ്യതയാകുന്ന ആധുനിക കാലത്ത് ഇവിടെ കൃഷിയുണ്ടോ അവിടെ പരിസ്ഥിതി സംരക്ഷിക്കപ്പെടുന്നു എന്ന് പറയാതെ പറയുന്ന വിളവെടുപ്പ് ഉത്സവം തന്നെയാണ് 2000-ലേറെ വർഷം പഴക്കം കണക്കാക്കപ്പെടുന്ന പൊങ്കൽ. തമിഴ് സ്വാധീനമുള്ള കേരളത്തിലെ ജില്ലകൾ ഉൾപ്പെടെ ദക്ഷിണേന്ത്യയിലെ ജനപ്രിയ ഉത്സവമായി പൊങ്കൽ മാറുമ്പോഴും കാർഷിക പ്രാധാന്യമുള്ള ആചാരം എന്ന രീതിയിൽ തന്നെയാണ് ഇത് ഉടലെടുക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഒരർത്ഥത്തിൽ പ്രകൃതിയും കൃഷിയും ജീവൻ്റെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന തിരിച്ചറിവും വിശ്വാസവും തന്നെയാണ് പൊങ്കൽ നിവേദ്യമായി തിളച്ചു തൂവുന്നതും. ഈ ഒരു ചെറിയ അറിവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമസ്തേ.